പക്ഷെ ഹമാസ് വിടുക എന്ന് പറയുമ്പോൾ അതത്ര പേടിപ്പെടുത്തുന്ന ഒരു കാര്യം ആയിരുന്നില്ല. അതിന്റെ സ്ഫോടനം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ജെറ്റ്യൂസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര പേടി അന്ന് അഫക്റ്റ് ആയില്ല. പക്ഷെ ഇറാന്റെ ഇത് കഴിഞ്ഞ 2 ദിവസത്തിലെ അതിന്റെ സൗണ്ടും അതിന്റെ വരവും എല്ലാം കാണുമ്പോൾ തന്നെ നല്ലൊരു പേടിയുണ്ട്. ഇസ്രായേൽ ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങൾ വളരെ കൊട്ടിഘോഷിച്ച് നടക്കുന്ന നമ്മുടെ നാട്ടിലെ കുറച്ച് സംഘവാണമിത്രങ്ങൾ അവരുടെ ചാനലുകളിലും അവരുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൊക്കെ മാറി മാറി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. ചില എച്ചിൽ മുസ്ലിമുകളും ചില സംഘ നിരീക്ഷക പുത്രന്മാരും ഒക്കെയാണ് ഇതിടുന്നത്. അതിലൊരു സംഘ നിരീക്ഷകൻ ഇട്ടതാണ് ഇസ്രായേലിൻ്റെ പരമാധികാരം അംഗീകരിക്കാത്ത രാജ്യമാണ് ഇറാൻ, പിന്നെ ഇസ്രായേൽ നടത്തുന്നത് പ്രതിരോധം. അങ്ങനെ ഇസ്രായേലിനെ വെളുപ്പിക്കാനുള്ള വെളുപ്പിക്കൽ മൊത്തം വെളുപ്പിച്ച് ഇസ്രായേൽ ഇതോടുകൂടി ഇറാനെ തീർക്കുന്നു, ഇറാൻ അങ്ങനെ ആക്കുന്നു, ഇറാനെ ഇങ്ങനെ ആക്കുന്നു, നമ്മൾ ഇസ്രായേലുകാരാണ്, നമ്മൾ സയനിസ്റ്റാന്നും പറഞ്ഞ് നടക്കുന്ന കുറേ വാണങ്ങൾ. ഈ സത്യം വാണങ്ങൾക്ക് അറിയില്ല യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ ഇസ്രായേലിൽ തന്നെയുള്ള നമ്മുടെ മലയാളികളായിട്ടുള്ള മുസ്ലിങ്ങളല്ല, ഇനിയിപ്പോൾ അങ്ങനെയായിട്ട് പറയണമല്ലോ, മുസ്ലിങ്ങൾ ഇസ്രായേലിൽ പോയി ജോലി ചെയ്യുന്നൊന്നുമില്ല. ഇനിയിപ്പം ഉണ്ടെങ്കിൽ തന്നെ 1-2 കാണുമായിരിക്കും. പക്ഷെ അവിടെ ജോലി ചെയ്യുന്ന മറ്റ് മതസ്ഥരായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ മലയാളികൾ ഇസ്രായേൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്, അവിടെ ഇറാൻ വല്ല ഇവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഓലപ്പടക്കം പൊട്ടിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്ക്. ഒരു അടിയന്തരാവസ്ഥ പോലെ തന്നെയാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. എല്ലാം അതായത് ഓഫീസുകളെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ബാക്കിയെല്ലാം ഏകദേശം താൽക്കാലികമായി നിർത്തലാക്കിയിട്ടുണ്ട്. IDF-ന്റെ ഇത് വന്നിട്ടുണ്ട്, രാവിലെ തന്നെ അതിന്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. എന്താ അവർ അറിയിച്ചിരിക്കുന്നത്? എന്താണ്? പബ്ലിക് ഗ്യാതറിംഗ് പാടില്ല, പിന്നെ പൊതുസ്ഥലങ്ങളിൽ അത്യാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. സ്കൂളെല്ലാം അടച്ചിരിക്കുകയാണ്. ഇന്ന് പ്രവർത്തി ദിവസമായിരുന്നു അല്ലേ? അതെ, ഇന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു, സ്റ്റാർട്ട് ചെയ്യാനാണ്. കാര്യം ഇന്നലെ ഇവർക്ക് ഇവരുടെ ഇതായിരുന്നല്ലോ, ഷബാത്ത് ഹോളിഡേ ആയിരുന്നു. ഇന്ന് വർക്കിംഗ് ഡേ സ്റ്റാർട്ട് ആവേണ്ടതായിരുന്നു. അപ്പോൾ ഇന്നെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സ്കൂളുകളും ഓഫീസുകളും അവധിയാണോ? അതെ, സ്കൂളുകളും ഓഫീസും എല്ലാം അവധിയാണ്. അതായത് ജനങ്ങൾക്ക് തൽക്കാലത്തേക്ക് ആരും പുറത്തിറങ്ങേണ്ട എന്നുള്ള നിർദ്ദേശമാണ് പൂർണ്ണമായും അല്ലേ? അതെ അതെ. അപ്പോൾ എവിടെയാണ് സ്റ്റീഫൻ നിങ്ങൾ കഴിയുന്നത്? ഞാനിപ്പോൾ എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ്. ഇവിടെ ബംഗറൊക്കെ ഉണ്ടോ? ഇന്നലെ അടുത്ത് ബംഗറുണ്ട്. ഇന്നലെ 3 മണിക്ക് വെളുപ്പിന് 3 മണിക്ക് ഇവിടെ അലാറം കേട്ടിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേനും ഇവിടെ ആൾക്കാരെല്ലാം ബംഗറിലേക്ക് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ബംഗറുകളിൽ കഴിയുക എന്ന് പറഞ്ഞാൽ ദീർഘനാളെ കഴിയേണ്ടി വന്നാൽ അതിനാവശ്യമായ സംവിധാനമൊക്കെ വേണ്ടി വരുമല്ലോ? അതെ അതെ. അല്ല, നമുക്ക് മുൻപേ ഇത് സംഭവം ഇൻസിഡന്റ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് ബംഗറിലേക്ക് യാത്ര ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ദൃശ്യങ്ങൾ പറഞ്ഞോളൂ. ഒരു 60% വീടുകളിൽ ബിൽറ്റിനായിട്ട് തന്നെ ബംഗേഴ്സ് ഉണ്ടാവും. അല്ലാതെ തന്നെ ഇവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുസ്ഥലങ്ങളിലും പാർക്കുകളിലും നമുക്ക് തൊട്ടടുത്തൊക്കെ പബ്ലിക് ബംഗറുകളും ഉണ്ട്. ഈ വലിയ ആക്രമണമാണ്, ബലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ ഈ പലസ്തീൻ ആക്രമണ സമയത്ത് പോലും ബലിസ്റ്റിക് മിസൈലുകളുടെ ഒരു ഭീതി ഇസ്രായേൽ ഉണ്ടായിരുന്നില്ല, ഡ്രോണുകളുടെ ആക്രമണമായിരുന്നു. ഈ ബലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് അയൺഡോം സംവിധാനത്തെ പോലും പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്, അതിനെ പോലും തകർക്കുന്നു എന്നുള്ളതാണ്. അയൺഡോം സംവിധാനം തകർത്തുകൊണ്ട് പല മേഖലകളിലും പതിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്ന വിവരം. അതെ, രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ ഗാസയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നതിനെക്കാട്ടിയും വളരെ ശക്തമായ രീതിയിലുള്ള ആണ് ബാലിസ്റ്റിക് മിസൈൽ. കാര്യം ബാലിസ്റ്റിക് മിസൈൽ വരുമ്പോഴത്തേന് അയൺ ഡോമിന് ചില സാഹചര്യങ്ങളിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാഷ്വാലിറ്റി ഇന്നലെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ അവിടുത്തെ ഒരു സഹോദരൻ പറഞ്ഞ അവസ്ഥകളാണ് അവിടുത്തെ. പിന്നെ അവിടുത്തെ മറ്റൊരു സഹോദരിയും കൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് News 18 ഒക്കെ കൊടുത്തിട്ടുള്ള ചില ക്ലിപ്സാണ് കേട്ടോ. അവർ പറയുന്ന കൂടെ നിങ്ങൾ കേട്ട് നോക്കേ. എങ്ങനെയാണ് നിങ്ങളിപ്പോൾ താമസിക്കുന്ന ആ പ്രദേശത്ത് എങ്ങനെയാണ് ഈ ഒരു ആക്രമണത്തിന്റെ എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്? ആ പ്രദേശത്ത് നിങ്ങളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത്? നമസ്കാരം റോബിൻ, ഞാൻ ടെല്ലവിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ മുനിസിപ്പാലിറ്റിയുടെ ഏകദേശം 200 മീറ്റർ അടുത്തും ബെൻഗുറിയോൺ എയർപോർട്ടിന്റെ ഒരു 10 കിലോമീറ്റർ അടുത്തായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് അവർ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ബെൻഗുറിയോൺ എയർപോർട്ടും ദിമോണയും ഹൈഫ ആക്കിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞങ്ങളെ കെയർ ഗീവേഴ്സിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടെൻഷനുണ്ട്. കാരണം ഞങ്ങളെല്ലാവരും ഒറ്റയ്ക്ക് ഓരോ വീടുകളിൽ കെയർ ഗീവേഴ്സ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അത്യാവശ്യം ഹമാസിന്റെ ആണെങ്കിലും 2021 യുദ്ധമാണെങ്കിലും ഞങ്ങൾ ഫേസ് ചെയ്തതാണ്. എന്നിരുന്നാലും ഇറാന്റെ റാക്കറ്റ് വരുമ്പം, അതായത് ഞങ്ങൾക്ക് 14-ാം തീയതി രാത്രിയിലാണെങ്കിൽ ശരിക്കും അതിന്റെ ആ ഒരു തീവ്രത ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ റെയിൽവേ പാലത്തിൽ നമ്മൾ എങ്ങനെ നമ്മൾ തല വെച്ച് കിടക്കുമ്പോൾ ആ ട്രെയിൻ വരുമ്പോൾ എങ്ങനെ വരുന്നു അതുപോലെ ഭയങ്കര മുടക്കത്തോടുള്ള സൗണ്ടാണ്. പ്രത്യേകിച്ച് ടെല്ലവിയിൽ അന്ന് ഒരു 4-5 വന്നിട്ടുണ്ടായി 14-ാം തീയതി വൈകുന്നേരം ഇന്നലെ രാത്രിക്കും. അന്നേരം നമുക്ക് ശരിക്കും ഫേസ് ആവുന്നു. ശരിക്കും നമ്മൾ എന്താ പറയുക, നന്നായിട്ട് പേടിച്ചു പോകും ഒരു സമയം. പിന്നെ ആ സ്ഫോടനം ഉണ്ടാകുമ്പോഴാണെങ്കിലും നന്നായിട്ട് നമ്മൾ പേടിക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ വന്നിരിക്കുന്ന സാഹചര്യവും പിന്നെ ഇസ്രായേലിനുള്ള വിശ്വാസവും എല്ലാം കൊണ്ടും തന്നെ നമ്മൾ വീണ്ടെടുക്കും. എന്നിരുന്നാലും ഞങ്ങൾ ഇപ്പോൾ മെന്റലി എല്ലാവരോടും പ്രിപ്പയർ ആകാനും, അതായത് എല്ലാവർക്കും ചെറിയൊരു വാട്സപ്പ് കൂട്ടായ്മകളും അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ അതിൽ എല്ലാവരും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും ചെറിയ ബാഗ് പ്രിപ്പയർ ചെയ്യാനും, കാരണം ഇന്നലെ രാത്രിയിൽ 3 മണിക്കാണെങ്കിൽ ബെത്തിയാം എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിൽ തന്നെ
പല ഒന്ന് രണ്ട് മലയാളി കുട്ടികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ജസ്റ്റ് പാസ്പോർട്ടും ചെറിയ ബാഗും എടുത്തുകൊണ്ട് പുറത്തിറങ്ങി. അവരുടെ ഡ്രസ്സോ വെള്ളമോ സ്നാക്സോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ആരും അങ്ങനെ എടുക്കാൻ പ്രത്യേകിച്ച് പേടി കാരണം ആരും എടുക്കാൻ തോന്നത്തില്ല. പിന്നെ ഞങ്ങൾ അത്ര മാത്രമേ പ്രിപ്പയർ ആയിരുന്നില്ല. പക്ഷെ ഇന്ന് എല്ലാവരും വാട്സപ്പ് കൂട്ടായ്മ വഴിയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ബാഗ് എടുക്കണം, എല്ലാ സാധനങ്ങളും നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം, ഒരു ജോഡി ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ. ഇത് കഴിഞ്ഞ ഹമാസിന്റെ 2023 ഒക്ടോബർ 6 ഹമാസിന്റെ യുദ്ധത്തിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ ഹമാസ് വിടുക എന്ന് പറയുമ്പോൾ അതത്ര പേടിപ്പെടുത്തുന്ന ഒരു കാര്യം ആയിരുന്നില്ല. അതിന്റെ സ്ഫോടനം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ജെറ്റ്യൂസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര പേടി അന്ന് അഫക്റ്റ് ആയില്ല. പക്ഷെ ഇറാന്റെ ഇത് കഴിഞ്ഞ 2 ദിവസത്തിലെ അതിന്റെ സൗണ്ടും അതിന്റെ വരവും എല്ലാം കാണുമ്പോൾ തന്നെ നല്ലൊരു പേടിയുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ വാട്സപ്പ് കൂട്ടായ്മ വഴിയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചും എല്ലാം ഞങ്ങൾ വർക്കിലെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മുന്നോട്ട് ഭംഗിയായിട്ട് പോകുന്നുണ്ട്. മുന്നറിയിപ്പുകൾ എങ്ങനെയാ നൽകുന്നത് അവര് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്? നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മിസൈൽ ഇങ്ങോട്ട് വിടുന്നത് അത് ഡിറ്റക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എമർജൻസി വാണിംഗ് നമ്മുടെ മൊബൈലിൽ ഫ്ലാഷ് ലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് എല്ലാവരുടെയും ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, അത് നോർമൽ ഫോൺ ആയിക്കോട്ടെ, നമുക്ക് ഫ്ലാഷ് ലൈറ്റ് വരും മുന്നറിയിപ്പ് എന്ന രീതിയിൽ. പിന്നെ ഫ്രണ്ട് കമാൻഡ് വഴിയും നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് അവർ പറയുന്നുണ്ട് ഇത്ര 10 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് വീണ്ടും നമുക്ക് റെഡ് അലേർട്ട് വഴിയും ഫ്രണ്ട് കമാൻഡ് വഴിയും നമുക്ക് അലാറം വരുന്നുണ്ട്. മുനിസിപ്പാലിറ്റി അലാറം വരുന്നുണ്ട്. ഞങ്ങളൊക്കെ താമസിക്കുന്ന ടെൽ അവീവ് മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് ഞങ്ങൾക്ക് സൗണ്ട് അലാം കൂടി വരുന്നുണ്ട്. നമുക്കതുകൊണ്ട് എല്ലാ രീതിയിലും നമുക്ക് 10 മിനിറ്റ് മുമ്പ് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് മൊബൈലിലെ അലാറം വരും. നിങ്ങൾ സേഫ്റ്റി റൂമിന്റെ അടുത്ത് പോയി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിയുമ്പോൾ കറക്റ്റ് സമയത്ത് നമ്മൾ പറയും സേഫ്റ്റി റൂമിലോട്ട് കയറിക്കോളാൻ നമുക്ക് അലാറം വരും. ഇത് കഴിഞ്ഞതെല്ലാം സാലവിൽ ഓക്കെ ആണെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഇവർ അലാറം തരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സേഫ്റ്റി റൂമിൽ നിന്ന് പുറത്തു പോകാം, പക്ഷേ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ ആയിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട്. മറ്റൊരു കാര്യം, ഈ സേഫ്റ്റി റൂമിലേക്ക് ഇപ്പോൾ ഈ ആക്രമണം തുടങ്ങിയതിന് ശേഷം എത്ര പ്രാവശ്യം നിങ്ങൾക്ക് സേഫ്റ്റി റൂമിൽ കഴിയേണ്ടി വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്? ഞങ്ങൾക്ക് 13-ാം തീയതി ആ സംഭവം ഇറാനിൽ അവർ സ്റ്റാർട്ട് ചെയ്തത് ഇസ്രായേൽ ടൈം ഏകദേശം 12 മണിയോടെയാണ്. പക്ഷെ ഞങ്ങൾക്ക് 3 മണി 2:45 3 മണിയോട് കൂടിയാണ് ഞങ്ങളോട് ഇവിടെ പ്രൊട്ടക്ഷൻ റൂമിലോട്ട് കയറിക്കോളാൻ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ അന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. ദൈവാനുഗ്രഹത്താൽ ഡ്രോണുകളാണ് വന്നത്. ഒരു 100ഓളം ഡ്രോണുകൾ വിട്ടു. പക്ഷെ അതൊന്നും ഇസ്രായേൽ ടെറിട്ടറിയിലോട്ട് വന്നിട്ട് പോലും ഇല്ല. പിന്നെ ഞങ്ങളോട് 14-ാം തീയതി വൈകുന്നേരം ഒരു 6-7 മണിയോട് കൂടിയാണ് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അയക്കാൻ ഡിറ്റക്ട് ആവുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഫ്ലാഷ് ലൈറ്റ് വന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 9:45 കൂടിയാണ് വീണ്ടും അവര് 13-ാം തീയതി ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പ്രൊട്ടക്ഷൻ റൂമിലോട്ട് പോകണമെന്നും. പിന്നെ രാത്രിയിൽ ഒരു 1:30 കൂടി. ഇന്നലെയും 2 പ്രാവശ്യം ഉണ്ടായി. ഏകദേശം ഒരു 10:30 കൂടിയും പിന്നെ ഒരു 2:30 കൂടിയിട്ടും. ഇന്നലെ 2 പ്രാവശ്യമാണ്. അത് ഇന്നലെ അവസാനം വന്ന അറ്റാക്ക്, അതായത് ഇന്നലെ ഒരു 2:45 കൂടി വന്ന അറ്റാക്ക് ഇറാഖും ഇറാനും യമനും കൂടിയിട്ടുള്ളതായിരുന്നു. 3 രൂപയും കൂടിയിട്ട് ഒന്നിച്ചൊരു അറ്റാക്ക് ആയതുകൊണ്ട് ഏകദേശം ഒരു 2 മണിക്കൂറോടും ഞങ്ങൾ സേഫ്റ്റി റൂമിൽ കഴിയേണ്ടി വന്നു. സേഫ്റ്റി റൂമിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് നിങ്ങൾക്കുള്ളത്? സേഫ്റ്റി റൂമിൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ട്. പക്ഷെ എന്നിരുന്നാലും എല്ലാ വീടുകൾക്കും പറയേണ്ട കാര്യം, എല്ലാ വീടുകൾക്കും സേഫ്റ്റി റൂം ഒട്ടും ഇല്ല. താനും പഴയ വീടുകൾക്കൊക്കെ സേഫ്റ്റി റൂം ഇല്ല. അപ്പം അങ്ങനെയുള്ളവർ ചെയ്യുക, നമ്മൾ താഴെ ഇറങ്ങി നിൽക്കും. നമുക്ക് പബ്ലിക് സേഫ്റ്റി റൂം ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് മാറണം. അവിടെ കുടിക്കാനുള്ള വെള്ളം കാണും, ചെറിയ ബിസ്ക്കറ്റോ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ കാണും. പിന്നെ നമ്മൾ അത്യാവശ്യം ടോയ്ലറ്റിൽ പോകാനും അങ്ങനത്തെ സൗകര്യങ്ങളാണ് നമുക്ക് അവിടെ ഉള്ളത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇത്രയും ദിവസം നമ്മുടെ സംഘ ചാനലുകളിലും നമ്മുടെ മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇതോടുകൂടി ഇറാൻ തീർന്നു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ബാക്ക് ടു ബാക്ക് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ജനം അയ്യോ അങ്ങനെ പറയാൻ പാടില്ല, മലം, കൃമി, പിന്നെ ABC മലയാളം എന്ന് പറഞ്ഞ മറ്റൊരു സംഘപുത്ര ചാനൽ, അങ്ങനത്തെ കുറേ ചാനലുകളുണ്ട്. ഇവരിങ്ങനെ ഇരുന്നങ്ങ് തള്ളിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ നെതന്യാഹു വരെ പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നെതന്യാഹു വരെ ഇത്രയും കാലം കുറേ ഒരു പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ ഇസ്രായേലിൽ ഇങ്ങനെ ഒരു രാജ്യം ആക്രമിച്ചിട്ടില്ല. ഇത്രയും കാലം ഹമാസിൽ പോയിട്ട് ഹമാസിലെ പാവപ്പെട്ട ജനതനെ, അല്ലെങ്കിൽ ഗാസയിൽ പോയിട്ട് ഇത്രയും കാലം ഗസയിൽ പോയിട്ട് ഹമാസിൻ്റെ പേരും പറഞ്ഞിട്ട് അവിടുത്തെ പാവപ്പെട്ട കുട്ടികളെയും അവിടുത്തെ ആൾക്കാരെയും കൊന്നൊടുക്കി ഞങ്ങൾ ലോക നേതാവാണ്, ഞങ്ങൾ ലോകത്തിൽ അതാണ്, ഞങ്ങൾ ലോകത്തിൽ ഇതാണ്, ഞങ്ങളുടെ അയൺ ഡോമിന് ഒരു ഒരു ഈച്ചക്ക് പോലും അയൺ ഡോം ഭേദിച്ച് വരാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് കൈയടിച്ച് ചിരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഇസ്രായേലും അതിൻ്റെ കൂടെ തന്നെ കൈയടിച്ച് അവിടെ ജീവിക്കുന്ന അതായത് മരിച്ചുകൊണ്ടിരിക്കുന്ന ഗസയിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ട് പുച്ഛിച്ച് തള്ളിക്കുന്ന നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ സംഘപുത്രന്മാരും നമ്മുടെ നിഷ്പക്ഷ ചെറ്റകളായിട്ടുള്ള ചില പണിക്കന്മാരും കുറേ എച്ചിൽ തെണ്ടി നായിൻ്റെ മക്കളും കൂടെ എല്ലാവരും കൂടെ കയ്യടിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതായത് ഇന്ത്യനോടുള്ള സ്നേഹത്തെക്കാളും ഈ പറഞ്ഞ എച്ചിലുകൾക്കും ഈ പറഞ്ഞ വാദികൾക്കും ഇവരുടെ ഇസ്രായേലായിരുന്നു അവരുടെ കൊമ്പത്താശ.
ഇതെല്ലാം കൂടെ അടുക്കി പെറുക്കി ഇവന്മാരുടെ കണ്ണാക്കിലേക്ക് തീട്ടം വാരിടുന്ന പോലത്തെ പരിപാടിയാണ് ഇറാൻ കാണിച്ചത്. സത്യമാണ്, ഇറാനിൽ 100 ആൾ മരിക്കുമ്പം ചിലപ്പം ഇസ്രായേലിൽ 10 ആളെ മരിക്കുന്നുണ്ടാവുള്ളൂ. ഈ മരിക്കുന്നവരൊക്കെ പാവപ്പെട്ട ആൾക്കാർ, ഈ പറഞ്ഞ ഒരു യുദ്ധത്തിലും ഒരു ഇതിലും പെടാത്ത കുറേ ആൾക്കാരാണ് മരിക്കുന്നത്. പക്ഷെ എന്നാലും ഇവന്മാർക്ക്, അതായത് ഗസയിൽ 50,000 60,000 ആൾക്കാരെ കൊന്നൊടുക്കി അതിന് അർമാദിച്ച് ജീവിച്ച കുറേ മലർവാണങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ള സംഘി പുത്രന്മാർ. അപ്പം അതുകൊണ്ട് തന്നെ ഇവന്മാർ ഇതിനെ കൊട്ടിഘോഷി നടക്കുക എന്നല്ലാണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അത്ര ചെറിയ ഒരു ശക്തിയൊന്നുമല്ല എന്നുള്ളത് ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ച 2 ആളുകൾ പറഞ്ഞ് നിങ്ങൾ കേട്ടു. അതായത് ഇത്രയും കാലം ഒരു രാജ്യമല്ലാത്ത, സത്യം പറഞ്ഞാൽ ഗസ എന്ന് പറഞ്ഞ ചെറിയൊരു സ്ട്രിപ്പിൽ അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെതിർക്കുന്ന ഹമാസ് പോലത്തെ പ്രത്യേകിച്ച് ഒരു ആയുധ സംരക്ഷണങ്ങളോ അല്ലെങ്കിൽ ഒരു അവരുടെ കയ്യിലൊന്നുമില്ല. ഉള്ളതാകെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വല്ല ഓലപ്പടക്കും അല്ലെങ്കിൽ വല്ല ഗുണ്ടും ഒക്കെ വെച്ച് പൊട്ടിച്ച് ജീവിക്കുന്ന അവരെ അടിച്ച പോലെ അത്ര എളുപ്പമല്ല ഇറാനെ അടിക്കുക എന്ന് പറഞ്ഞാൽ. ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 10-50 വർഷങ്ങളായിട്ട് ഒരു നല്ലൊരു സൈനിക അടിത്തട്ടുള്ള അതല്ലെങ്കിൽ നല്ലൊരു ബേസ് ഉള്ള ഒരു രാജ്യം തന്നെയാണ് ഇറാൻ. പിന്നെ ഇറാൻ്റെ ഇപ്പോഴത്തെ സൈനിക ശക്തിയിൽ പല ന്യൂജൻ ആയുധങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച, അമേരിക്കൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള എന്താ പറയുക F5 F6 ആ ഒരു F3 ഒക്കെ ആ ഒരു കുറേ പഴയ സംഭവങ്ങളൊക്കെയാണ്. അതായത് വ്യോമ മേഖലയെ നോക്കുന്ന സമയത്ത് കുറേ പഴയ വിമാനങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. പക്ഷേ അവരായിട്ട് ഡെവലപ്പ് ചെയ്ത പല ബാലിസ്റ്റിക് മിസൈൽസും അവരുടെ കയ്യിലുണ്ട്. അത് എത്രത്തോളം അതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് ഈ രാജ്യത്ത് അതിനുശേഷം ഒരു യുദ്ധം അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം വലുതാണെന്നുള്ളത് ഇവരെ പറഞ്ഞ ഇസ്രായേലിന് പോലും അറിയില്ല. ഇസ്രായേൽ വിചാരിച്ചു അവിടെ കൊണ്ട് 4 ബോംബിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭീഷണിയാണ്, അതുകൊണ്ട് ഞങ്ങൾ അവരെ കൊണ്ട് ബോംബിടുക എന്ന് പറഞ്ഞ് ഇതേ ഇസ്രായേൽ അപ്രഖ്യാപിത ആണവായുധങ്ങൾ കയ്യിലുള്ള 400-500ഓളം ആണവായുധങ്ങൾ കയ്യിലുള്ള രാജ്യമെന്നറിയപ്പെടുന്ന ഇസ്രായേൽ, ഒരു തരത്തിലുള്ള ആണവ കരാറുകളിലും ഒപ്പിടാത്ത ഇസ്രായേൽ, ഒരു തരത്തിലുള്ള നിയമങ്ങളും അതായത് ആണവായുധ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ കീപ്പ് ചെയ്യാനോ ഉണ്ടാക്കാനോ ഉള്ള ഒരു രീതിയിലുള്ള ഒരു കരാറുകളിലും ഒരു ഉടമ്പടിയിലും ഒപ്പ് ചെയ്യാത്ത ഇസ്രായേലാണ് ഇപ്പം പറയുന്നത് അതായത് ഇറാൻ ഈ പറഞ്ഞ ആണവായുധങ്ങൾ ഉണ്ടാക്കേണ്ട അത് ഞങ്ങൾക്ക് പണി കിട്ടും. ഈ ഇറാൻ അവരുടെ കയ്യിലുള്ള എനിക്ക് 35 ഒരു പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എത്ര ഓർക്കുന്നില്ല, അത്രയും ഇത് വെച്ചിട്ടുള്ള യുറേനിയം അവർ ഓൾറെഡി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് അവർക്ക് 10, 15, 20 അല്ലെങ്കിൽ മാക്സിമം 50ഓളം ആണവ ബോംബുകൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് 500ഓളം ബോംബുള്ള അപ്രഖ്യാപിത 500ഓളം ബോംബുകളുള്ള ആണവ അല്ലെങ്കിൽ അറ്റോമിക് റിയാക്ഷൻ ബോംബുകളുള്ള ഇസ്രായേലാണ് ഞങ്ങൾക്ക് ഭീഷണിയെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് അടിക്കുന്നത്. അപ്പം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ മരവാണങ്ങളെ പറ്റിയാണ് എനിക്ക് ഏറ്റവും ചിരി വന്നിട്ടുള്ളത്. അതായത് ഇസ്രായേൽ അങ്ങോട്ട് കയറി ചൊറിഞ്ഞു, അതിന് തിരിച്ചവന്മാർ ഇങ്ങോട്ട് കയറി മാന്തി. അവർക്ക് കഴിയുന്ന, അതായത് ഈ പറഞ്ഞ ഇറാൻ എന്ന് പറഞ്ഞത് ഇറാനിൽ നിന്ന് ഇസ്രായേലിലോട്ട്, അതായത് ഒരു സൈഡിൽ കൂടെ സൗദി ക്രോസ് ചെയ്യണം, ഒരു സൈഡിൽ കൂടെ ഇറാഖ് ക്രോസ് ചെയ്യണം, മറ്റൊരു സൈഡിൽ കൂടെ മറ്റ് ചില രാജ്യങ്ങൾ ജോർദാൻ ക്രോസ് ചെയ്യണം. ഇതൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം ഈ ഇസ്രായേലും ഈ പറഞ്ഞ ഇറാനും തമ്മിലുള്ള യുദ്ധം. അതായത് 2000 കിലോമീറ്റർ ഡിസ്റ്റൻസിലുണ്ട്. എന്നിട്ട് പോലും ഇവന്മാർ അവിടെ കൊണ്ട് ബോംബിട്ടിട്ട് തിരിച്ച് ബാലിസ്റ്റിക് മിസൈൽസ് വെച്ചിട്ട്, അതായത് ഇസ്രായേൽ അവിടെ കൊണ്ട് അവരുടെ ഏറ്റവും F-35 പോലത്തെ, F-35 എന്ന് പറഞ്ഞാൽ അമേരിക്കൻ നിർമ്മിത Gen 5, അതായത് 5th ജനറേഷൻ യുദ്ധവിമാനങ്ങൾ, അത് കസ്റ്റമൈസ്ഡ് ആണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള, ഇസ്രായേലിന് വേണ്ടി കസ്റ്റമൈസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചില വിമാനങ്ങൾ വെച്ചിട്ടും മറ്റു പല വിമാനങ്ങൾ വെച്ചിട്ടും ഇവിടെ കൊണ്ട് അടിച്ച സമയത്ത് അവർക്ക് തിരിച്ചടിക്കാൻ അത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള വിമാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട്, ജെറ്റുകളും അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട്, ഫൈറ്റർ ജെറ്റുകൾ ഇല്ലാത്തത് കൊണ്ട് അവരുടെ കയ്യിലുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽസ് വെച്ചിട്ടാണ് 2000 കിലോമീറ്റർ ഇപ്പുറത്ത്, അല്ലെങ്കിൽ ഡ്രോണുകൾ വെച്ചിട്ടാണ് 2000 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഇസ്രായേലിൻ്റെ അയൺ ഡ്രോൺ വരെ ഭേദിച്ചിട്ട് അവരിവിടെ വന്നിട്ട് ബോംബ് വർഷിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ ഇറാൻ അതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട് അവരുടെ കയ്യിൽ എത്രത്തോളം ഉണ്ട് നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ അവർ ഏത് രീതിയിൽ ഈ പറഞ്ഞ ആകെ വളരെ ചുരുങ്ങിയ 4-5 കോടി ആളുകൾ മാത്രമുള്ള ഇസ്രായേലിനെ തീർക്കാൻ അവരെ കൊണ്ട് പറ്റും. അപ്പോൾ അങ്ങോട്ട് കയറി ചൊറിഞ്ഞത് ഇസ്രായേലാണ്, തിരിച്ചിങ്ങോട്ട് കണ്ട് മാന്തിക്കൊണ്ടിരിക്കുന്നത്
നമ്മുടെ ഇറാനുമാണ്. അപ്പം അവിടുത്തെ അവസ്ഥകളാണ് അവിടുത്തെ മലയാളികൾ ഇപ്പം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇതൊന്നും മനസ്സിലാക്കാണ്ടാണ് നമ്മുടെ നാട്ടിലെ എന്ത് കണ്ടിട്ടാണോ അറിയില്ല ഈ പറഞ്ഞ ഇറാനിൽ പോലും നമ്മുടെ രാജ്യം ഒപ്പിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്ന ചില തുറമുഖങ്ങൾ പോലും ഉണ്ട്. നമ്മുടെ പശ്ചിമേഷ്യയിലോട്ട് നമ്മളെ പല സ്ഥലത്തോട്ട് സെൻട്രൽ ഏഷ്യയിലോട്ടൊക്കെ നമ്മൾ ട്രേഡിങ് നടത്തുന്ന ഒരു പോർട്ട് വരെ നമുക്ക് ഇസ്രായേലിൽ 10 വർഷത്തേക്ക് നമ്മൾ കരാർ ഒപ്പിട്ട പോർട്ട് വരെയുള്ള രാജ്യമാണ് ഈ നമ്മുടെ ഇറാൻ. എന്നിട്ട് പോലും ഇതൊന്നും മനസ്സിലാക്കാണ്ട് അവിടെ കുറച്ച് മുസ്ലിങ്ങളുണ്ട്, ഇസ്രായേൽ ഇവൻ്റെയൊക്കെ തന്തി ഇവൻ്റെയൊക്കെ വീട്ടിൽ വന്ന് കുത്തിയുണ്ടാക്കിയിട്ടുള്ള മക്കളാണെന്നുള്ള ചിന്തയിലാണ് നമ്മുടെ നാട്ടിലെ സംഘികൾ ഇവന്മാരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നതും അല്ലെങ്കിൽ ഇവന്മാർക്ക് വേണ്ടി സ്തുതിപാഠകം പാടി ജീവിക്കുന്ന കുറേ വാണങ്ങൾ എന്നെനിക്ക് പറയാനുള്ളത്. ഇനിയെങ്കിലും മരവാണങ്ങളെ മനസ്സിലാക്കി. ഈ പറഞ്ഞ ഒരു യുദ്ധങ്ങളും ഒരു കാലത്തും ഒരു രാജ്യത്തിനും ഗുണം ചെയ്തിട്ടില്ല. കുറേ പവറുകളും കുറേ പൈസ ചിലവാക്കി അല്ലെങ്കിൽ കുറേ പവർ കയ്യിൽ കിട്ടി ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഈ പറയുന്ന നെതന്യാഹുവിനെ പോലത്തെ ചെകുത്താന്മാരായിട്ടുള്ള നായക്കും അതുപോലെ തന്നെ മറ്റ് ചില ചെറ്റകൾക്കും അവർക്ക് അവരുടെ പേര് അല്ലെങ്കിൽ അവരുടെ കുറച്ച് അത് വലതുപക്ഷമായിക്കോട്ടെ ഏത് പക്ഷങ്ങളായിക്കോട്ടെ അവരുടെ സപ്പോർട്ട് കൂട്ടാൻ വേണ്ടി ജീവിച്ച് തീർക്കാം എന്നല്ലാണ്ട് ഇതിൽ ഒരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് എൻ്റെ പൊന്നു സംഘപരിവാണങ്ങളെ ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു അഭിപ്രായം പറയാൻ. പ്ലീസ്.